ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 കൊറിന്ത്യൻസ് 4:16, ഞങ്ങൾ ഒരിക്കലും ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു വീഴുന്നില്ല. നിരാശപ്പെടാൻ കാര്യമില്ലാത്തതുകൊണ്ടല്ല, ഒരു 100 വട്ടം മരിക്കാനുള്ള കാരണങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തിപ്പെടുകയാണ്. കൊല്ലപ്പെടാനും തല്ലുകൊള്ളാനും ഒക്കെ ഞങ്ങൾ നിന്ന് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ സൽപ്പേര് കവർന്നെടുത്തിട്ട് മരണം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും പച്ചയ്ക്ക് പച്ചയായി ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ഞെരിച്ചമർത്തപ്പെടുന്നുണ്ട്, തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ ഈ സഹനവും ഈ കെണിയും ഈ ഭാരവും ഈ തളർച്ചയും ഈ പീഡനവും ഇടാതെ പിന്തുടരുന്ന ഈ നിരാശവും ഈ അവഹേളനവും നിന്ദനവും ഒക്കെ ഞങ്ങളുടെ ബാഹ്യ മനുഷ്യന്റെ തോളത്ത് പതിക്കുന്നുണ്ട്. ഞങ്ങൾ കരയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യന്റെ ബലം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അത് ഊതിക്കെടുത്താനോ അതിനെ പിടിച്ചു കെട്ടാനോ കത്തിച്ചു കളയാനോ ജയിലിൽ പൂട്ടിയിടാനോ 7 പൂട്ടുകൊണ്ട് പോലും സാധിക്കില്ല. ഞങ്ങൾ ഒരിക്കലും ഭഗ്നാശരാകുന്നില്ല. കാരണം ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് സത്യദൈവപുത്രനെയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ആത്മാവിൽ സ്പന്ദനങ്ങളോടൊപ്പം ഏറ്റുപറയുന്ന ഒരു മനുഷ്യനും കരയാനുള്ള കാരണങ്ങളുടെ നടുവിൽ തലകുനിക്കാതെ നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഒരിക്കലും ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യന് പടച്ചിലുണ്ട്, മുറിവുണ്ട്, വേദനയുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യനുണ്ടല്ലോ, താമരപ്പൂ പോലെ വിടരുകയാണ്. ഈ വചനം നെഞ്ചത്തൊട്ടിച്ചു വെച്ചിട്ട് ഒരു ഓട്ടം അങ്ങോട്ട് ഓടുക. ആമേൻ, ആമേൻ.